കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. വരുന്ന 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. മലയോര മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ട്. ഇടുക്കി ജില്ലയിൽ മഴ അതിശക്തമാണ്. ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. 2344 അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 12 അടിയോളം വെള്ളം കൂടുതലാണിത്. മെയ് 24-നാണ് കേരളത്തിൽ കാലവർഷം എത്തിയത്. അന്ന് ഇടുക്കിയിലെ ജലനിരപ്പ് 2329 അടിയായിരുന്നു. സംഭരണശേഷിയുടെ 30% വരുമത്. എന്നാൽ മഴ കനത്തതോടെ ജലനിരപ്പ് വളരെ വേഗമുയർന്നു. ഒരാഴ്ചയിൽ 15.5 അടിയിൽ അധികമാണ് ജലനിരപ്പ് വർദ്ധിച്ചത്. ഇപ്പോൾ സംഭരണശേഷിയുടെ 42%-ഓളം ജലം അണക്കെട്ടിലുണ്ട്. 1990-ന് ശേഷം ആദ്യമായാണ് മെയ്യിൽ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് 2344 അടിയിലെത്തിയത്. 1990 മെയ് 31-ന് ജലനിരപ്പ് 2344 അടിയായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് ജലനിരപ്പ് 2344 അടിയിലെത്തിയത്. ഇത്തവണ 505 മില്ലിലിറ്റർ മഴയാണ് കാലവർഷത്തിൽ ഇടുക്കിയിൽ പെയ്തത്. സാധാരണ ലഭിക്കേണ്ടത് 37 മില്ലിലിറ്റർ മഴയാണ്. ഇതനുസരിച്ച് 1351% കൂടുതൽ മഴയാണ് ഈ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ലഭിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് 19 അടിയിലധികം കൂടിയിട്ടുണ്ട്. തീരപ്രദേശത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നതോടെ പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.